ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ അധ്യായമാണ് മധ്യകാല ഇന്ത്യ എന്നുള്ളത്. മധ്യകാല ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ പ്രാചീന ഇന്ത്യ, മധ്യകാല ഇന്ത്യ, ആധുനിക ഇന്ത്യ എന്നൊക്കെ പറയാറുണ്ട്. അതിൽ രണ്ടാമത്തെ കാലഘട്ടമായ മധ്യകാല ഇന്ത്യയിലെ കുറച്ച് സംഭവ വികാസങ്ങൾ, അന്നത്തെ രാജവംശങ്ങളെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ടാണ് ഈ ചാപ്റ്ററിന് മധ്യകാല ഇന്ത്യ എന്ന പേര് വരാൻ കാരണം. രണ്ട് ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്നാമത്തെ ചിത്രം ചെങ്കോട്ടയാണ്, രണ്ടാമത്തേത് ഹംപിയാണ്. ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഈ ചെങ്കോട്ടയിലാണ് സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്താറുള്ളത്. ഈ ചെങ്കോട്ട സ്ഥാപിച്ചത് ആരാണ്? മുഗൾ ചക്രവർത്തിയായിരുന്ന, മുഗൾ എന്ന് പറയുന്ന ഒരു രാജവംശം ഇന്ത്യയിലുണ്ടായിരുന്നു. ആ രാജവംശത്തിലെ പ്രധാനപ്പെട്ട ചക്രവർത്തിയായ ഷാജഹാനാണ് ഈ ചെങ്കോട്ട പണിതത്. രണ്ടാമത്തെ ചിത്രം ഹംപിയാണ്. ഹംപി സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിലാണ്. ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ താഴെ ഭാഗം അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയാണ് ദക്ഷിണേന്ത്യ. കേരളമൊക്കെ ദക്ഷിണേന്ത്യയുടെ ഭാഗമാണ്. ഈ ഹംപി നിർമ്മിച്ചത് വിജയനഗര ഭരണകാലത്താണ്. വിജയനഗരം എന്ന് പറയുന്ന ഒരു രാജവംശം ഉണ്ടായിരുന്നു. അവരുടെ ഭരണകാലത്താണ് ഹംപി പണി കഴിപ്പിച്ചത്. ഇനി നമുക്ക് മുഗൾ ഭരണത്തെക്കുറിച്ച് പഠിക്കാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാജവംശമായിരുന്നു മുഗൾ രാജവംശം. 1526 ഈ മുഗൾ ഭരണം സ്ഥാപിച്ചത്. 1857 വരെ ഇത് നിലനിന്നിരുന്നു. ഇതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ബാബറാണ്. ബാബർ എന്ന് പറയുന്ന ഭരണാധികാരിയാണ് ഈ മുഗൾ ഭരണം സ്ഥാപിച്ചത്. ഇവരുടെ അധികാരത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഡൽഹി ആയിരുന്നു, ഇവരുടെ തലസ്ഥാനം. അതുകൂടാതെ വളരെ വിശാലമായ, വലിയ, വിസ്തൃതമായ ഒരു രാജ്യമായിരുന്നു മുഗളന്മാരുടെ കീഴിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യക്ക് പുറമെ അയൽ രാജ്യങ്ങളിലൊക്കെ ഇവരുടെ ഭരണം വ്യാപിച്ചിരുന്നു. ഇവരിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളായിരുന്നു ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ഇതിൽ ഷാജഹാനാണ് ചെങ്കോട്ട പണി കഴിപ്പിച്ചത്. അതുപോലെ താജ്മഹലും ഷാജഹാനാണ് പണി കഴിപ്പിച്ചത്. ഈ ഭരണാധികാരികളുടെ പേരുകൾ ഓർക്കാൻ വേണ്ടിയുള്ള ഒരു കോഡാണ് ആ മഞ്ഞ വൃത്തത്തിൽ കാണുന്നത്, ബാജിസ. ഈ ഓരോ അക്കവും ഓരോ ഭരണാധികാരിയെ സൂചിപ്പിക്കുന്നു. ബി ബാബർ, എച്ച് ഹുമയൂൺ, എ അക്ബർ, ജെ ജഹാംഗീർ, എസ് ഷാജഹാൻ, എ ഔറംഗസീബ്. മുഗൾ ഭരണത്തിലെ അവസാനത്തെ രാജാവായിരുന്നു ഔറംഗസീബ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് മുഗൾ രാജ്യമാണ് ചിത്രത്തിൽ കാണുന്നത്. മുഗൾ രാജ്യത്തിൻ്റെ മാപ്പാണ് ചിത്രത്തിൽ കാണുന്നത്. ഏതൊക്കെ പ്രദേശങ്ങൾ വ്യാപിച്ചിരുന്നു ഈ മുഗൾ ഭരണം അന്ന്? പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ഈ മുഗൾ രാജ്യം അന്ന് വ്യാപിച്ചു കിടക്കുകയായിരുന്നു. ഈ പ്രദേശങ്ങളിലൊക്കെ അധികാരം ആർക്കുണ്ടായിരുന്നു? മുഗൾ രാജാക്കന്മാർക്കുണ്ടായിരുന്നു. ഇനി നമുക്ക് സ്ക്രീനിൽ കാണുന്നത് ജസ്യൂട്ട് പാതിരിയായ അഥവാ ഒരു ക്രിസ്ത്യൻ പണ്ഡിതനായ പിയറി ജാർക്ക് എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ഒരു കുറിപ്പാണ്. ആ കുറിപ്പിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെന്ന വ്യത്യാസമില്ലാതെ, പരിചിതരെന്നും അപരിചിതരെന്നും വ്യത്യാസമില്ലാതെ, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ, കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അപ്പോൾ ഈ കുറിപ്പിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാം? പിയറി ജാർക്ക് എന്ന് പറയുന്ന ഈ പണ്ഡിതൻ എഴുതിയ കുറിപ്പിൽ നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് താഴെ കാണിക്കുന്നത്. ഒന്ന്, അക്ബർ ചക്രവർത്തി ആരായിരുന്നു? ശക്തനായ ഒരു ചക്രവർത്തി അല്ലെങ്കിൽ ഭരണാധികാരിയായിരുന്നു. ഭരണാധികാരികൾക്ക് പറയുന്ന അല്ലെങ്കിൽ രാജാക്കന്മാർക്ക് പറയുന്ന വേറൊരു പേരാണ് ചക്രവർത്തി. രണ്ടാമതായി, പ്രജകൾ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. മൂന്നാമതായി, എല്ലാ മതങ്ങളോടും അദ്ദേഹം ഒരുപോലെ പെരുമാറിയിരുന്നു. അതിനാണ് മതസഹിഷ്ണുത എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളോടും വേർതിരിവില്ലാതെ എല്ലാവർക്കും ഒരേപോലെ, എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിച്ചിരുന്നു. അതാണ് മതസഹിഷ്ണുത. അടുത്തതായി, ജനങ്ങൾക്കിടയിൽ ഇദ്ദേഹം തുല്യനീതി നടപ്പിലാക്കി. എല്ലാവർക്കും ഒരേപോലെ നീതി നടപ്പിലാക്കി. ആര് കുറ്റം ചെയ്താലും അനുയോജ്യമായ ജാതി മതം അതൊന്നും നോക്കാതെ എല്ലാവർക്കും ഒരേപോലെ ശിക്ഷയും നീതിയും ഒക്കെ നടപ്പിലാക്കിയിരുന്നു അക്ബർ. ഇനി നമ്മൾ അക്ബർ ചക്രവർത്തിയുടെ മറ്റു പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളും ഭരണ നേട്ടങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാമതായി, ഇബാദത്ത് ഖാന. ഇബാദത്ത് ഖാന എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആണ്. 1575 അദ്ദേഹം ഈ ബിൽഡിംഗ് പണി കഴിപ്പിച്ചത്, ഈ കെട്ടിടം പണി കഴിപ്പിച്ചത്. ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ഇത് പണി കഴിപ്പിച്ചത്. ഫത്തേപൂർ സിക്രി ഒരു പട്ടണമാണ്. അക്ബറിന്റെ തലസ്ഥാനമായിരുന്നു ഫത്തേപൂർ സിക്രി. ആ ഫത്തേപൂർ സിക്രി പട്ടണത്തിൽ ആ കെട്ടിടത്തിന് സമീപമാണ് ഇബാദത്ത് ഖാന എന്ന് പറയുന്ന ഒരു കെട്ടിടം അദ്ദേഹം പണി കഴിപ്പിച്ചത്. എന്തിനു വേണ്ടിയാണ് ഈ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത്? ഇവിടെയാണ് വിവിധ മതങ്ങളിലെ പണ്ഡിതന്മാരും പ്രമുഖരും ഒക്കെ ഒത്തുചേർന്നുകൊണ്ട് ഒരുപാട് ചർച്ചകളും സംവാദവും നടത്തിയിരുന്നു.
പല മതക്കാരും ഒരുമിച്ചുകൂടി, പല മതപണ്ഡിതന്മാരും ഒരുമിച്ചുകൂടി ചർച്ചകളും സൗഹൃദം പുതുക്കലും ഒക്കെ നടന്നിരുന്ന സ്ഥലമായിരുന്നു ഈ ഇബാദത്ത് ഖാന. ഇത് അക്ബറിൻ്റെ മതസഹിഷ്ണുതക്ക്, മതസാഹോദര്യത്തിനൊരു ഉദാഹരണമാണ്. രണ്ടാമതായി അക്ബറിൻ്റെ മറ്റൊരു നേട്ടമാണ് ഇദ്ദേഹം ദീൻ ഇ ഇലാഹി എന്ന് പറയുന്ന ഒരു ദർശനത്തിന്, ഒരു ആശയത്തിന് ഇദ്ദേഹം രൂപം കൊടുത്തു. എന്താണ് ദീൻ ഇ ഇലാഹി? എല്ലാ മതങ്ങളുടെയും, ഹിന്ദുമതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും ക്രിസ്ത്യൻ മതത്തിൻ്റെയും അങ്ങനെ എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കൂട്ടിച്ചേർത്ത് രൂപം കൊടുത്ത ഒരു പുതിയ മതമാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ആശയമാണ് ദീൻ ഇ ഇലാഹി എന്ന് പറയുന്നത്. ഈ ദീൻ ഇ ഇലാഹിയുടെ ലക്ഷ്യം, ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സുൽ ഹി കുൽ, എല്ലാവർക്കും സമാധാനം, അഥവാ സുൽ ഹി കുല്ലാണ് ഇതിൻ്റെ ലക്ഷ്യം, ദീൻ ഇ ഇലാഹിയുടെ ലക്ഷ്യം. അക്ബറിൻ്റെ മറ്റൊരു പ്രവർത്തനമാണ് ഇദ്ദേഹം ജസിയ എന്ന മതനികുതി നിർത്തലാക്കി. മറ്റു മതക്കാരെ കയ്യിൽ നിന്ന് പിരിച്ചിരുന്ന ജസിയ എന്ന് പറയുന്ന മതനികുതി അക്ബർ നിർത്തലാക്കി. ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന മറ്റു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രധാന ഉദ്യോഗസ്ഥന്മാരായിരുന്നു രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻ ദാസ്, ബീർബൽ. പല മതക്കാരും ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ കാണുന്നത് മുഗൾ രാജാവായിരുന്ന ജഹാംഗീർ ചക്രവർത്തി എഴുതിയ ഒരു ഓർമ്മക്കുറിപ്പുണ്ട്. ആ ഓർമ്മക്കുറിപ്പിൻ്റെ പേരാണ് തുസൂക്കി ജഹാംഗീറി. ജഹാംഗീർ ചക്രവർത്തി എഴുതിയ ഓർമ്മക്കുറിപ്പിൻ്റെ പേരാണ് തുസൂക്കി ജഹാംഗീർ. അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. എൻ്റെ അനുയായികൾ മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർത്തിച്ചു സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹ് ഇ കുൽ അഥവാ എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിലൊഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അക്ബർ തൻ്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തൻ്റെ ഓർമ്മക്കുറിപ്പായ തുസൂക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? അക്ബർ മറ്റു മതവിഭാഗങ്ങളുമായി സ്നേഹത്തോടെ ഇടപെട്ടിരുന്നു, വർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇടപെട്ടിരുന്നു എന്ന് നമുക്ക് പറയാം. പിന്നെ എല്ലാവർക്കും സമാധാനം, സുൽഹി കുൽ എന്ന ആശയം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. മൃഗങ്ങളെ കൊല്ലരുത്, യുദ്ധത്തിന് വേണ്ടിയല്ലാതെ ആയുധങ്ങളൊന്നും എടുക്കരുത് എന്നൊക്കെ ഈ തുസൂക്കി ജഹാംഗീർ ചക്രവർത്തി പറയുന്നുണ്ട്. ഇനി ഒരു ചിത്രം കാണുന്നുണ്ട്. ആ ചിത്രം എന്താണ്? അക്ബർ വിവിധ മതസ്ഥരുമായി ചർച്ച നടത്തുന്നുണ്ട്. ചർച്ച എവിടെ നടന്നിട്ടുണ്ടാവുക? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഇബാദത്ത് ഖാനയിലാണ് മത ചർച്ചകളൊക്കെ നടന്നിരുന്നത്. ഇനി നമുക്ക് മുഗൾ സൈന്യത്തെക്കുറിച്ച് പഠിക്കാം. മുഗൾ ഭരണകാലത്തുണ്ടായിരുന്ന സൈന്യത്തെക്കുറിച്ച് പഠിക്കാം. രാജ്യം വിപുലമാക്കുന്നതിനും അഥവാ രാജ്യത്തിൻ്റെ വലിപ്പം കൂട്ടുന്നതിനും ഈ വിശാലമായ രാജ്യത്തെ സംരക്ഷിക്കാനും എന്ത് വേണം? ശക്തമായൊരു സൈന്യം ആവശ്യമായിരുന്നു. അങ്ങനെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി അക്ബർ നടപ്പിലാക്കിയ ഒരു സമ്പ്രദായമാണ് മാൻസബ്ദാരി എന്ന് പറയുന്ന സമ്പ്രദായം. എന്താണ് മാൻസബ്ദാരി സമ്പ്രദായം? ഈ മാൻസബ്ദാരി സമ്പ്രദായം ഒരു സൈനിക സമ്പ്രദായമാണ്. ഇത് അക്ബറാണ് നടപ്പിലാക്കിയത്. ഈ സൈന്യത്തിൽ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ പദവിക്ക് നമുക്ക് മാൻസബ് എന്ന് വിളിക്കാം. ഇങ്ങനെ മാൻസബ് എന്ന് വിളിക്കുന്ന സൈനികൻ്റെ കീഴിൽ കുറേ സൈനിക ഉദ്യോഗസ്ഥന്മാരുണ്ടാകും, അഥവാ സൈനിക വ്യൂഹം, സൈനിക കൂട്ടമുണ്ടാകും. വ്യൂഹം എന്ന് പറഞ്ഞാൽ കൂട്ടം. ഓരോ ഉദ്യോഗസ്ഥൻ്റെ കീഴിലും ഓരോ സൈനിക കൂട്ടമുണ്ടാകും. മാത്രമല്ല ഓരോ മാൻസബിൻ്റെ കീഴിലും സൈനികരുണ്ടാവും, കുതിരകളുണ്ടാവും. ഇവരുടെയൊക്കെ എണ്ണത്തിനനുസരിച്ചാണ് മാൻസബ്ദർമാർക്ക് പദവിയും റാങ്കൊക്കെ കൊടുത്തിരുന്നത്. ഓരോ ഉദ്യോഗസ്ഥൻ്റെയും അഥവാ ഓരോ മാൻസബിൻ്റെയും കീഴിലുള്ള ആളുകളുടെ എണ്ണം, കുതിരകളുടെ എണ്ണം, ഇതിനൊക്കെ അനുസരിച്ചാണ് മാൻസബ്ദർമാർക്ക് എന്ത് കൊടുക്കുക? റാങ്ക് കൊടുത്തിരുന്നത്. അതുപോലെ മാൻസബ്ദർമാർക്ക് ഭൂമി കൊടുത്തിരുന്നു. അവരുടെ പദവിക്കനുസരിച്ച് ഉയർന്ന റാങ്കുള്ള ആളുകൾക്ക് കുറേ ഭൂമി, അങ്ങനെ റാങ്കിനനുസരിച്ച് ഭൂമി കൊടുത്തിരുന്നു. ഈ ഭൂമിയിൽ നിന്ന് നികുതി പിരിച്ചിട്ടാണ് മാൻസബ്ദർമാർ തൻ്റെ സൈന്യത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുക. സൈന്യത്തെ നിലനിർത്താൻ എന്ത് വേണം? ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന നികുതി പിരിച്ചുള്ള പൈസയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അക്ബർ രാജ്യത്ത് നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമായിരുന്നു മാൻസബ്ദാരി സമ്പ്രദായം. ഈ മാൻസബ്ദാരി സമ്പ്രദായത്തിൽ ഓരോ സൈനിക തലവന്മാരുണ്ടാകും. ആ സൈനിക തലവന്മാർക്ക് കൊടുക്കുന്ന പദവിയാണ് മാൻസബ് എന്ന് പറയുന്ന പദവി. ഇനി ഭരണ സൗകര്യത്തിനായി മുഗൾ രാജ്യത്തെ എങ്ങനെയെല്ലാം തരംതിരിച്ചിരുന്നു? അപ്പം നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്ന് എങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്? സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത്, അങ്ങനെ പല തരംതിരിവുണ്ട്. അതേപോലെ മുഗൾ രാജ്യം തരംതിരിച്ചത് എങ്ങനെയായിരുന്നു? ഏറ്റവും മുകളിൽ സുബ, പിന്നെ സർക്കാർ, പിന്നെ പർഗാന, പിന്നെ ഗ്രാമം എന്നിങ്ങനെ തരംതിരിച്ചിരുന്നു. ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. മുഗൾ ഭരണത്തിൻ്റെ കീഴിൽ അക്ബറിൻ്റെ കാലത്താണ് ഭരണക്രമം ശക്തമായി നടപ്പിലായത്. ഈ സുബ, സർക്കാർ, പർഗാന, ഗ്രാമം എന്നിങ്ങനെയുള്ള ആ ഭരണക്രമമൊക്കെ ശക്തമായി നടപ്പിലാക്കിയത് ആരായിരുന്നു? അക്ബർ ആയിരുന്നു. അതുപോലെ
ഈ മുഗൾ ഭരണത്തിന് കീഴിൽ ചക്രവർത്തിയാണ്, രാജാവിനെ ചക്രവർത്തി എന്നാണ് അവർ വിളിക്കുക. ഈ രാജ്യത്തിന്റെ പരമാധികാരി ആരാണ്? ചക്രവർത്തിയാണ്. സർവ്വ സൈന്യത്തിന്റെ അധിപനും ആരാണ്? ചക്രവർത്തിയാണ്. നിയമനിർമ്മാതാവ്, നിയമം നിർമ്മിക്കുന്ന ആളാരാണ്? ചക്രവർത്തിയാണ്. അതുപോലെ അന്തിമ ന്യായാധിപന്, അന്തിമ വിധി കൽപ്പിക്കുന്ന ജഡ്ജി ആരാണ്? ചക്രവർത്തിയാണ്. മാത്രമല്ല നീതിന്യായ നിർവഹണത്തിനായി അഥവാ നീതി നടപ്പിലാക്കുന്നതിനായി പ്രത്യേകതരം കോടതികളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ആരാണ് പിന്നെ ഈ പ്രശ്നങ്ങളും കേസുകളൊക്കെ കൈകാര്യം ചെയ്യുക? മതപണ്ഡിതന്മാരായ കാസിമാരാണ് തർക്കങ്ങൾ തീർപ്പ് കൽപ്പിച്ചിരുന്നത്. മതപണ്ഡിതന്മാരായ കാസിമാർ എന്നാണ് അവരെ വിളിക്കുക. അവരാണ് തർക്കങ്ങൾ തീർപ്പ് കൽപ്പിച്ചിരുന്നത്. വലിയ തർക്കങ്ങളിലൊക്കെ ആരാണ് തീർപ്പ് കൽപ്പിക്കുക? ചക്രവർത്തി തന്നെയാണ് തീർപ്പ് കൽപ്പിക്കുക. ഇനി ഈ മതപണ്ഡിതന്മാരുടെ തർക്കങ്ങളിൽ ആർക്കെങ്കിലും ഈ മതപണ്ഡിതന്മാരുടെ തീർപ്പിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക? ജനങ്ങൾക്ക് ആരോട് പരാതി പറയാ? ജനങ്ങൾക്ക് നേരിട്ട് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാനുള്ള അവസരമൊക്കെ അന്ന് കൊടുത്തിരുന്നു. രാജാവിനെ, മുഗൾ ഭരണകാലത്ത് എന്തുണ്ടായിരുന്നു? രാജാവിനെ ഭരണകാര്യങ്ങളിൽ സഹായിക്കാൻ ഒരുപാട് മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇനി പറയാൻ പോകുന്നത് മുഗൾ ഭരണകാലത്തെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി. സാമൂഹ്യ സ്ഥിതി എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ആളുകളുടെ അവസ്ഥ. സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ അവരുടെ തൊഴിൽ, വരുമാനം, ഇതൊക്കെയാണ് സാമ്പത്തിക മേഖല എന്നൊക്കെ പറയുന്നത്. സാമ്പത്തിക സ്ഥിതി എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മുഗൾ ഭരണകാലത്തെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ എങ്ങനെ കിട്ടുക? എങ്ങനെ വിവരങ്ങൾ കിട്ടും? ഒന്ന്, അന്നത്തെ സഞ്ചാരികളുടെ വിവരങ്ങൾ കിട്ടും. രാജാക്കന്മാരുടെ ഓർമ്മക്കുറിപ്പിൽ നിന്ന് വിവരങ്ങൾ കിട്ടും. അങ്ങനെ പല കാര്യങ്ങളിലൂടെ നമുക്ക് വിവരങ്ങൾ കിട്ടും. അപ്പോൾ മുഗൾ കാലത്തെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായി ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥ നിലനിന്നിരുന്നു. അഥവാ ജന്മിത്തം അല്ലെങ്കിൽ മുതലാളി തൊഴിലാളി എന്നിങ്ങനെയുള്ള ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതി അന്ന് നിലനിന്നിരുന്നു. രണ്ടാമതായി സമൂഹം പല തട്ടുകളായി, പല വിഭാഗങ്ങളായി വേർതിരിച്ചിരുന്നു. സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ സാധാരണക്കാരായ ജനങ്ങളും ഏറ്റവും മുകളിൽ ഏറ്റവും അധികാരം രാജാവിനുമായിരുന്നു. ഇനി ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു? ജനങ്ങളുടെ ജീവിത നിലവാരം അവർക്ക് കിട്ടുന്ന വേതനം അഥവാ കൂലിയെയും അവർക്ക് കിട്ടുന്ന വരുമാനത്തെയൊക്കെ ആശ്രയിച്ചാണ് ജനങ്ങൾ ജീവിച്ചിരുന്നത്. പല ആളുകളും അവരുടെ വരുമാനത്തിനനുസരിച്ച് പല രീതിയിലാണ് ജീവിച്ചിരുന്നത്. മാത്രമല്ല മുഗൾ ഭരണകാലത്ത് ഭൂരിഭാഗം ജനങ്ങളും ആരായിരുന്നു? കർഷകരായിരുന്നു. കൃഷിയാണ് ചെയ്തിരുന്നത്. സമൂഹത്തിൽ ജാതി വ്യവസ്ഥ, കാസ്റ്റ് സിസ്റ്റം അഥവാ ജാതി വ്യവസ്ഥ അന്ന് നിലനിന്നിരുന്നു. മാത്രമല്ല വലിയ രാജ്യമായിരുന്നു മുഗൾ ഭരണകാലത്തുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും എങ്ങനെയാണ് വ്യത്യസ്തമായ ജീവിത രീതി ഉണ്ടായിരുന്നു, വ്യത്യസ്ത ഭക്ഷണ രീതി ഉണ്ടായിരുന്നു, വ്യത്യസ്ത വസ്ത്രധാരണം ഒക്കെ അന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞിട്ടുണ്ട്? ഫ്രഞ്ച് സഞ്ചാരിയായിരുന്ന ടവർണിയർ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബാബറിന്റെ ഓർമ്മക്കുറിപ്പിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വിവരം കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ മുഗൾ കാലത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ് ആരൊക്കെ? ഒന്ന് ഫ്രാൻസിലെ സഞ്ചാരി അല്ലെങ്കിൽ ഫ്രഞ്ച് സഞ്ചാരിയായിരുന്ന ടവർണിയർ എന്ന് പറയുന്ന ഒരാൾ, മറ്റേത് ബാബർ ചക്രവർത്തിയുടെ ഓർമ്മക്കുറിപ്പിൽ നിന്നൊക്കെ നമുക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ഇനി വേറൊരു സഞ്ചാരിയായിരുന്ന റാൽഫ് ഫിച്ച്, ഇദ്ദേഹം ഇംഗ്ലീഷ് സഞ്ചാരിയായിരുന്നു. ഇദ്ദേഹം എന്താണ് പറയുന്നത്? ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തെക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴി നീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. ഇദ്ദേഹം പറയുന്നത് എന്താണ്? റാൽഫ് ഫിച്ചർ എന്ന് പറയുന്ന സഞ്ചാരി എന്താ ഇന്ത്യയിൽ കണ്ടത്? ആഗ്ര എന്ന് പറയുന്ന പട്ടണവും ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന പട്ടണമൊക്കെ ലണ്ടൻ എന്ന് പറയുന്ന പട്ടണത്തെക്കാളും വലുതായിരുന്നു അന്ന് മുഗൾ ഭരണകാലത്ത്. മാത്രമല്ല ഇവിടെയൊക്കെ നിറയെ ജനങ്ങൾ താമസിച്ചിരുന്നു. ഈ രണ്ട് നഗരങ്ങൾ തമ്മിൽ ഒരുപാട് കിലോമീറ്ററുകളോളം നീളമുണ്ട്. അത്രയും നീളത്തിൽ എന്തുണ്ട്? രണ്ട് വശങ്ങളിലും കച്ചവടക്കാരും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ വിൽക്കുന്ന അങ്ങാടികളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് ഇവരുടെ സമൂഹത്തെക്കുറിച്ച് പഠിക്കാം. അവിടുത്തെ സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് പഠിക്കാം. ഒന്നാമതായി അവർ കൃഷിയിൽ നിന്നാണ് സമ്പത്ത് ഉണ്ടാക്കിയത്. മുഗൾ ഭരണകാലത്ത് ജനങ്ങൾ കാർഷിക രംഗത്തു നിന്നാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കിയത്. കാർഷിക രംഗത്തെ നേട്ടങ്ങൾ സാമ്പത്തിക പുരോഗതിക്ക് കാരണമായി. അവർ പ്രധാനമായും കൃഷി ചെയ്തിരുന്നത് നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ, ഇതൊക്കെ അവർ കൃഷി ചെയ്തിരുന്നു. അപ്പോൾ മുഗൾ ഭരണകാലത്തുണ്ടായിരുന്ന ആ കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അല്ലെങ്കിൽ ഒരു ചരിത്രകാരനായിരുന്നു ആര്? അബുൽ ഫസൽ എന്ന് പറയുന്ന വ്യക്തി. ഈ അബുൽ ഫസലിന്റെ ഒരു പുസ്തകമാണ് ഐനി അക്ബരി. ഈ ഐനി അക്ബരി എന്ന് പറയുന്ന അബുൽ ഫസലിന്റെ പുസ്തകത്തിൽ ഒരുപാട് ഇനം നെല്ലിനങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. മുഗൾ ഭരണകാലത്ത് പലതരം നെൽവിത്തുകൾ കൃഷി ചെയ്തിരുന്നു എന്ന് ഐനി അക്ബരി എന്ന് പറയുന്ന പുസ്തകത്തിൽ അബുൽ ഫസൽ എന്ന് പറയുന്ന ചരിത്രകാരൻ പറയുന്നുണ്ട്. ഈ അബുൽ ഫസലിന്റെ വേറൊരു പുസ്തകമുണ്ട്, അതിന്റെ പേരാണ് അക്ബർ നാമ എന്നുള്ളത്. ഇനി മറ്റൊരു പോയിന്റ്, കർഷകന് കൃഷിഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അങ്ങനെ കൃഷി ചെയ്യണമെങ്കിൽ കർഷകൻ എന്ത് കൊടുക്കണം?
രാജാവിന് നികുതി കൊടുക്കണം. നികുതി കൊടുക്കുന്നിടത്തോളം കാലം കർഷകന് കൃഷിഭൂമിയിൽ കൃഷി ചെയ്യാം. ഇനി ഈ കാർഷിക മേഖലയിൽ പുരോഗതിക്ക് എന്ത് വേണം? നല്ല വെള്ളം വേണമല്ലേ. അപ്പോൾ വെള്ളത്തിന് വേണ്ടി അവരെന്ത് ചെയ്തിരുന്നു? കാർഷിക മേഖലയിലെ പുരോഗതിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി പേർഷ്യൻ ചക്രം എന്ന് പറഞ്ഞ ഒരു ജലചക്രമാണ്. വെള്ളം കൃഷിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേർഷ്യൻ ജലചക്രം ഉപയോഗിച്ചിരുന്നു. അതുകൂടാതെ കനാലുകൾ, വെള്ളം കൊണ്ടുപോകാനുള്ള കനാലുകളും ഒക്കെ ഈ മുഗൾ ഭരണകാലത്ത് ഉപയോഗിച്ചിരുന്നു. ഇനി മുഗൾ കാലത്ത് നഗരങ്ങളുടെ വികാസം, നഗരങ്ങൾ എങ്ങനെയാണ് വികസിച്ചത് എന്ന് നമുക്ക് പഠിക്കാം. നഗരങ്ങൾ വികസിക്കാൻ എന്ത് കാരണമായി? ഒന്നാമത്തെ പോയിന്റ്, കാർഷിക രംഗത്തെ ഉൽപാദന വർധവ്. കൃഷിയിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ കച്ചവടം വർദ്ധിക്കാൻ തുടങ്ങി. കാരണം അവർക്ക് ഒരുപാട് നെല്ലുണ്ടാകാൻ തുടങ്ങിയപ്പോൾ നെല്ല് എന്ത് ചെയ്യണം? കച്ചവടം നടത്തണം. അപ്പം അങ്ങനെ കച്ചവടം വർദ്ധിപ്പിച്ചു. കച്ചവടം ചെയ്യണമെങ്കിൽ എന്ത് വേണം? നഗരങ്ങളിൽ പോയാണ് കച്ചവടം ചെയ്യുക. അപ്പം അങ്ങനെ പതുക്കെ പതുക്കെ കച്ചവട കേന്ദ്രങ്ങൾ വളർന്നു വന്നു. അങ്ങനെ നഗരങ്ങളുണ്ടായി. അപ്പോൾ കച്ചവട കേന്ദ്രങ്ങൾ നഗരങ്ങളായി മാറുന്ന പ്രക്രിയക്കാണ്, നഗരങ്ങൾ ഒരുപാട് രൂപം കൊള്ളുന്ന പ്രക്രിയക്കാണ് നമ്മൾ എന്ത് വിളിക്കുക? നഗരവൽക്കരണം അഥവാ അർബനൈസേഷൻ എന്നൊക്കെ വിളിക്കുക. അങ്ങനെ നഗരവൽക്കരണം ശക്തമായ വേഗതയിൽ നഗരങ്ങൾ ഇങ്ങനെ വളരാൻ തുടങ്ങി. മൂന്നാമത്തെ പോയിന്റ്, വിദേശ ചരക്കുകളുടെയൊക്കെ പ്രവേശന കവാടമായി ഗുജറാത്ത് അറിയപ്പെടാൻ തുടങ്ങി. ഗുജറാത്തിലൂടെയൊക്കെ ചരക്കുകളൊക്കെ വരാനും പോകാനൊക്കെ തുടങ്ങി. വിദേശ ചരക്കുകളൊക്കെ വരാനും പോകാനൊക്കെ തുടങ്ങി. പ്രധാനമായും ഇന്ത്യ കയറ്റുമതി ചെയ്തിരുന്ന എന്തൊക്കെയായിരുന്നു? തുണിത്തരങ്ങൾ കച്ചവടം ചെയ്തിരുന്നു. അതുപോലെ മസ്ലിൻ പട്ടുതുണി കച്ചവടം ചെയ്തിരുന്നു. പഞ്ചസാര, അരി, ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തിരുന്നു. മാത്രമല്ല, ഈ മുഗൾ ഭരണകാലത്ത് ഇന്ത്യയിൽ ജലഗതാഗതവും ശക്തമാവാൻ തുടങ്ങി. ജലഗതാഗതം പുരോഗതി കൈവരിച്ചു. അന്നത്തെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു? ധാക്ക, മുർഷിദാബാദ്, ലാഹോർ, സൂറത്ത്, ആഗ്ര. അപ്പോൾ ഈ ധാക്ക എന്ന് പറയുന്ന നഗരം എവിടെയായിരുന്നു? ബംഗ്ലാദേശിലാണ്. ഇന്നത്തെ ബംഗ്ലാദേശിലാട്ടോ സ്ഥിതി ചെയ്യുക. അന്ന് ഇതൊക്കെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു, മുഗൾ ഭരണത്തിന്റെ ഭാഗമായിരുന്നു. ഇന്ന് ധാക്ക ബംഗ്ലാദേശിലാണ്, മുർഷിദാബാദ് ഇന്ത്യയിലാണ്, ലാഹോർ പാകിസ്ഥാനിലാണ്, സൂറത്ത് ഇന്ത്യയിലാണ്, ആഗ്ര ഇന്ത്യയിലാണ്. ഇനി അടുത്തൊരു ഹെഡിങ് ആണ് സാംസ്കാരിക സമന്വയം. സമന്വയം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടിച്ചേരൽ എന്നാണ് അർത്ഥം. അപ്പോൾ സംസ്കാരങ്ങൾ കൂടിച്ചേരുക. സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോരുത്തരുടെയും ഓരോ വിഭാഗങ്ങളുടെയും ജീവിത രീതിക്കൊക്കെ നമുക്ക് സംസ്കാരം എന്ന് വിളിക്കാം. അപ്പോൾ ഹിന്ദു ജീവിത രീതി ഒരു സംസ്കാരമാണ്, മുസ്ലിം ജീവിത രീതി വേറൊരു സംസ്കാരമാണ്, ഹിന്ദു വിഭാഗക്കാരുടെ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്ന രീതി ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, മുസ്ലിങ്ങളുടെ ബിൽഡിംഗ് നിർമ്മിക്കുന്ന രീതി വേറൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇത്തരത്തിൽ ഇങ്ങനെയുള്ള പല സംസ്കാരങ്ങളും ഇന്ത്യയിൽ കൂടിച്ചേർന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സമന്വയിച്ചിട്ടുണ്ടോ അഥവാ കൂടിച്ചേർന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ഇന്ത്യയിൽ എന്ത് നടന്നിട്ടുണ്ട്? മഹാഭാരതം എന്ന് പറയുന്ന ഇന്ത്യയിലെ മഹത്തായ കൃതി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൊഴി മാറ്റം അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വിവർത്തനം ചെയ്തപ്പോൾ പേർഷ്യൻ ഭാഷയിലേക്ക് മാറ്റി എഴുതുക, അതിനാണ് വിവർത്തനം എന്ന് പറയുക. അങ്ങനെ പേർഷ്യൻ ഭാഷയിലേക്ക് മഹാഭാരതം മാറ്റി എഴുതിയപ്പോൾ അതിൻ്റെ പേരെന്തായിരുന്നു? രാസ്നാമ എന്നായിരുന്നു അതിൻ്റെ പേര്. ഈ രാസ്നാമ ആരാണ് എഴുതിയത്? ദാരാശുക്കോ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് എഴുതിയത്. ഈ ദാരാശുക്കോ ആരുടെ മകനാണ്? ഷാജഹാൻ ചക്രവർത്തിയുടെ മകനാണ് ദാരാശുക്കോ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയ ഒരുപാട് ബിൽഡിങ്ങുകൾ അന്ന് ഉണ്ടായിരുന്നു. ഈ കെട്ടിടങ്ങളുടെയൊക്കെ ഈ നിർമ്മാണ ശൈലി, അതിനാണ് വാസ്തുവിദ്യാ ശൈലി എന്ന് പറയാം. ഈ വാസ്തുവിദ്യാ ശൈലിയിൽ നമുക്കൊരു സമന്വയം, ഒരു കൂടിച്ചേരൽ കാണാം. എന്താണ് ആ കൂടിച്ചേരൽ? ഇന്ത്യൻ ശില്പകലയും പേർഷ്യൻ ശില്പകലയും കൂടിച്ചേർന്നു. ഇന്ത്യക്കാരുടെ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന രീതിയും പേർഷ്യക്കാരുടെ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന രീതിയും ഇവിടെ സമന്വയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു പോയിന്റാണ് ഉറുദു ഭാഷ രൂപപ്പെട്ടു. എങ്ങനെയാണ് ഉറുദു ഭാഷ രൂപപ്പെട്ടത്? പേർഷ്യൻ ഭാഷയും ഹിന്ദി ഭാഷയും സമന്വയിച്ച് കൂടിച്ചേർന്നിട്ടാണ് ഉറുദു ഭാഷ രൂപപ്പെട്ടത്. മറ്റൊന്ന്, ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും സാംസ്കാരിക സമന്വയത്തിന്റെ ഭാഗമായി നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് മുഗൾ ഭരണത്തെക്കുറിച്ചാണ്, മുഗൾ രാജവംശത്തെക്കുറിച്ചാണ്, അവരുടെ രാജാക്കന്മാരെ കുറിച്ചും ഭരണത്തെക്കുറിച്ചൊക്കെയാണ്. ഇത് നമ്മൾ പറയുന്നത് വിജയനഗര രാജവംശത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിജയനഗര ഭരണത്തെക്കുറിച്ചാണ് പറയുന്നത്. വിജയനഗരം ഞാൻ പറഞ്ഞു എവിടെയാണ് ഇതുണ്ടായിരുന്നത്? ദക്ഷിണേന്ത്യയിൽ, ഇന്ത്യയുടെ താഴെ ഭാഗത്ത് തെക്കേ ഇന്ത്യയിലാണ് വിജയനഗര ഭരണം ഉണ്ടായിരുന്നത്. ഈ വിജയനഗരം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വിജയത്തിൻ്റെ നഗരം എന്നാണ്. ഇത് സ്ഥാപിച്ച പ്രധാനപ്പെട്ട 2 ഭരണാധികാരികളായിരുന്നു ഹരിഹരനും ബുക്കനും. ഇവർ 1336 ഈ വിജയനഗരം സ്ഥാപിച്ചത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തവും നല്ല സമ്പത്തുള്ളതുമായ ഒരു രാജ്യമായിരുന്നു വിജയനഗരം.
ഈ വിജയനഗര സാമ്രാജ്യത്തിലെ അല്ലെങ്കിൽ വിജയനഗര വംശത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ എന്ന് പറയുന്നത്. ഈ വിജയനഗരം എന്നാണ് പിന്നെ തകർക്കപ്പെട്ടത്? 1565 ഈ വിജയനഗരം എന്ന് പറയുന്ന ഈ പ്രദേശം, ഈ നഗരം നശിപ്പിക്കപ്പെട്ടത്. ജനങ്ങൾ പിന്നീട് ഇതിനെ വിളിച്ചിരുന്നത് ഹംപി എന്ന പേരിലായിരുന്നു. ഹംപി എന്ന പേരിലാണ് വിജയനഗരം പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത്. ഇങ്ങനെ ഒരു വിജയനഗരം ഉണ്ടായിരുന്നു, ഹംപി ഉണ്ടായിരുന്നു എന്നൊക്കെ ആരാണ് പിന്നീട് കണ്ടെത്തിയത്? 1800 കേണൽ മക്കൻസി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന കേണൽ മക്കൻസിയാണ് ഇവിടെ ഹംപി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വിജയനഗരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഈ കേണൽ മക്കൻസിയാണ് കണ്ടെത്തിയത്. അദ്ദേഹം ഇത് കണ്ടെത്തിയിട്ട് ഈ ബിൽഡിങ്ങുകളുടെ പൊട്ടും പൊടിയൊക്കെ കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ പണ്ട് ഏതോ ഒരു രാജവംശം ഉണ്ടായിരുന്നു. അത് ഇദ്ദേഹത്തിന് മനസ്സിലായി. ആർക്ക്? കേണൽ മക്കൻസി. ഞാൻ പറഞ്ഞു അവരുടെ പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു കൃഷ്ണദേവരായർ. അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന പിന്നെ വിജയനഗരത്തിൻ്റെ പ്രദേശങ്ങളാണ്, അവരുടെ ഭരണ പ്രദേശങ്ങളാണ് ചിത്രത്തിൽ മാപ്പിൽ കാണുന്നത്. ആ പിങ്ക് നിറത്തിൽ കാണുന്നത് വിജയനഗര ഭരണ പ്രദേശങ്ങളാണ്. ഇന്നത്തെ ഏതൊക്കെ സംസ്ഥാനങ്ങൾ അത് വ്യാപിച്ച് കിടന്നിരുന്നു നമുക്ക് നോക്കാം. കർണാടകയിലുണ്ടായിരുന്നു, ആന്ധ്രാപ്രദേശിലുണ്ടായിരുന്നു, തെലങ്കാന, തമിഴ്നാട്, കേരളം, മഹാരാഷ്ട്ര, ഇവിടെയൊക്കെ ഇത് വിജയനഗര ഭരണം വ്യാപിച്ചിരുന്നു. കൃഷ്ണദേവരായരുടെ ഭരണം വ്യാപിച്ചിരുന്നു. ഇനി പറയുന്നത് ഈ വിജയനഗര രാജാക്കന്മാർക്കിടയിൽ തന്നെ അല്ലെങ്കിൽ വിജയനഗര ഭരണത്തിൽ തന്നെ വ്യത്യസ്ത വംശങ്ങളുണ്ടായിരുന്നു. വിജയനഗര ഭരണത്തെ മൊത്തത്തിൽ പറയുമ്പോൾ അതിനകത്ത് തന്നെ വിവിധ വംശങ്ങളുണ്ടായിരുന്നു. പ്രധാനമായും 4 വംശങ്ങൾ പറയാം നമുക്ക്. സംഗമ രാജവംശം, സാലുവ വംശം, തുളുവ വംശം, അരവിട് വംശം. സംഗമ, സാലുവ, തുളുവ, അരവിടു വംശങ്ങൾ. സംഗമ വംശത്തിൽ ഹരിഹരനും ബുക്കനുമായിരുന്നു പ്രധാനപ്പെട്ട ഭരണാധികാരികൾ. സാലുവ വംശത്തിൽ നരസിംഹ സാലുവ പ്രധാന ഭരണാധികാരിയായിരുന്നു. തുളുവ വംശത്തിൽ വീരനരസിംഹനും കൃഷ്ണദേവരായരും. അപ്പോൾ കൃഷ്ണദേവരായർ ഏത് വംശത്തിലായിരുന്നു? തുളുവ വംശത്തിലായിരുന്നു. അരവിട് വംശത്തിൽ തിരുമല, അതുപോലെ വെങ്കിട്ട ഒന്നാമൻ, ഇവരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട രാജാക്കന്മാർ. സംഗമ, സാലുവ, തുളുവ, അരവിട് വംശങ്ങൾ. ഇനി ഞാൻ പറഞ്ഞു സഞ്ചാരികൾ നമുക്ക് ചരിത്രം പഠിക്കാൻ വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സഞ്ചാരിയായിരുന്നു, പോർച്ചുഗീസ് സഞ്ചാരിയായിരുന്നു, ഇന്ത്യ സന്ദർശിച്ച ഒരു പോർച്ചുഗീസ് സഞ്ചാരിയായിരുന്നു ബാർബോസ. അദ്ദേഹം എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ബോക്സിൽ നോക്കൂ. ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. അപ്പോൾ ഈ കുറിപ്പിൽ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? കൃഷ്ണദേവരായർ ഭരിക്കുന്ന സമയത്താണ് ഈ ബാർബോസ ഇന്ത്യയിൽ വന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ കണ്ട കാഴ്ച എന്തായിരുന്നു? കൃഷ്ണദേവരായർ ഭരിക്കുന്ന സമയത്ത് ആ വിജയനഗര വംശത്തിൽ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ജൂതനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവരുടെ വിശ്വാസം നിലനിർത്താൻ പറ്റിയിരുന്നു. ഇതന്നെയാണ് മുഗൾ ഭരണകാലത്ത് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും വിശ്വാസത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല എല്ലാവർക്കും നീതി തുല്യമായി നടപ്പിലാക്കിയിരുന്നു. ആര് കുറ്റം ചെയ്താലും യാതൊരു പരിഗണനയും ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരേപോലെ കുറ്റവും ശിക്ഷയും ഒക്കെ നടപ്പാക്കിയിരുന്നു. ഇനി വിജയനഗരത്തിലെ പ്രധാനപ്പെട്ട രാജാവായിരുന്ന കൃഷ്ണദേവരായർ നമ്മൾ മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1509 മുതൽ 1529 വരെയായിരുന്നു. ഇദ്ദേഹം ഭരിക്കുന്ന സമയത്ത് തലസ്ഥാനം ഹംപി ആയിരുന്നു. ഇദ്ദേഹം ഭരിക്കുന്ന സമയത്ത് രാജ്യം വ്യാപനമുണ്ടായി, രാജ്യം പല പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു. അതേപോലെ രാജ്യത്തെ വികസനം വർദ്ധിച്ചു. അടുത്ത പോയിന്റ്, മതസഹിഷ്ണുത ഇദ്ദേഹം ഉയർത്തിയിരുന്നു. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇദ്ദേഹം എല്ലാ മതസ്ഥരോടും ഒരുപോലെ പെരുമാറി എല്ലാ മതസ്ഥരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. അതാണ് മതസഹിഷ്ണുത. അതുപോലെ കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ ഇദ്ദേഹം പണി കഴിപ്പിച്ചിരുന്നു. മറ്റൊരു പോയിന്റ്, കലാ സാഹിത്യ സാംസ്കാരിക മേഖലയിലൊക്കെ പുരോഗതി ഉണ്ടായിരുന്നു. ഇദ്ദേഹം രചിച്ച പ്രധാനപ്പെട്ട കൃതികളാണ് അമുക്തമാല്യത, ജാംബവതി കല്യാണം. ഈ 2 കൃതികൾ, അമുക്തമാല്യത, ജാംബവതി കല്യാണം ഒക്കെ കൃഷ്ണദേവരായർ രചിച്ച കൃതികളാണ്. അപ്പോൾ ഇദ്ദേഹം എന്തായിരുന്നു? നല്ലൊരു എഴുത്തുകാരൻ കൂടിയായിരുന്നു. മാത്രമല്ല ഇദ്ദേഹം തെലുങ്ക്, തമിഴ്, കന്നഡ സാഹിത്യങ്ങളൊക്കെ ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഒരു 8 പണ്ഡിതന്മാരുണ്ടായിരുന്നു. ആ 8 പണ്ഡിതന്മാരെ വിളിക്കുന്ന പേരാണ് അഷ്ടദിഗ്ഗജങ്ങൾ. ഈ അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് പറയുന്ന പണ്ഡിതന്മാർ ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ സദസ്സിലുണ്ടായിരുന്നു. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വിജയനഗര ഭരണത്തിൻ്റെ അവരുടെ ഭരണ സമ്പ്രദായം, വിജയനഗര രാജവംശം അല്ലെങ്കിൽ ഭരണാധികാരികൾ അവരുടെ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു?
ഒന്നാമത്തെ പോയിന്റ്, രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. രാജവാഴ്ച എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ ഭരിക്കുന്നതിനാണ് രാജവാഴ്ച എന്ന് പറയാം. അപ്പോൾ രാജവാഴ്ച, രാജാക്കന്മാർ ഭരിച്ചിരുന്നു. പിന്നെ രാജ്യത്തെ വ്യത്യസ്ത വിഭാഗങ്ങളായി തരംതിരിച്ചിരുന്നു. നമ്മൾ മുഗൾ ഭരണം പറഞ്ഞില്ലേ, സുബ, സർക്കാർ, പർഗാന എന്നൊക്കെ പറഞ്ഞു. അതേപോലെ ഈ വിജയനഗര ഭരണത്തിൽ രാജ്യത്തെ മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, ഗ്രാമങ്ങൾ എന്നിങ്ങനെയൊക്കെ തരംതിരിച്ചിരുന്നു. ഇനി രാജാവിനെ സഹായിക്കാൻ ആരുണ്ടായിരുന്നു? മന്ത്രിസഭയുണ്ടായിരുന്നു. അതുപോലെ മന്ത്രിമാരെന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ മന്ത്രിമാരെ ശിക്ഷിക്കാനുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു. അതേപോലെ രാജ്യത്ത് ഭരണത്തിന് വേണ്ടി വിവിധതരം കോടതികളുണ്ടായിരുന്നു. ഈ കോടതികളിൽ തന്നെ ചെറിയ കുറ്റങ്ങളും തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഗ്രാമങ്ങളിലെ കോടതികളാണ് കൈകാര്യം ചെയ്തിരുന്നത്. അതേപോലെ വിജയനഗര ഭരണത്തിലുണ്ടായിരുന്ന മറ്റൊരു സംവിധാനമായിരുന്നു അമരനായക സംവിധാനം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നുണ്ട്. എന്താണ് അമരനായക സംവിധാനം? മുഗൾ ഭരണം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാൻസബ്ദാരി സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇവിടെ എന്തുണ്ട്? അമരനായക സംവിധാനമുണ്ട്. ഈ അമരനായക സംവിധാനം എന്ന് പറഞ്ഞാൽ സൈനിക മേധാവികൾക്ക് പറഞ്ഞിരുന്ന പേരാണ് അമരനായകന്മാർ. ഇവർക്ക് എന്ത് കൊടുക്കും? ഒരു ഭൂമി കൊടുക്കും. ആ ഭൂമിക്ക് പറയുന്ന പേരാണ് അമര. അപ്പോൾ അമര എന്ന് പറയുന്ന ഭൂമിയിലെ നായകന്മാരാണ് അമരനായകന്മാർ. അങ്ങനെ അവർക്ക് ലഭിക്കുന്ന ഈ ഭൂമിയിൽ അഥവാ ഈ അമരഭൂമിയിൽ ഭരണം നടത്തുന്നതും നികുതി പിരിക്കുന്നതൊക്കെ ആരാണ്? ഈ അമരനായകന്മാരാണ്. ഇങ്ങനെ പിരിക്കുന്ന നികുതിയിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം സംഖ്യ ഇവരെന്ത് ചെയ്യും? ഈ അമരനായകന്മാർ രാജാവിന് കൊടുക്കും. അതുകൂടാതെ അമരനായകന്മാർക്ക് അവരുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടാളക്കാർക്കാണ് കാലാൾപ്പട. ഈ നടന്ന് യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാർക്കാണ് കാലാളുകൾ അല്ലെങ്കിൽ കാലാൾപ്പട എന്നൊക്കെ പറയുക. അവരുണ്ടാവും. അതുപോലെ കുതിരകളുണ്ടാവും, ആനകൾ, ഇവയൊക്കെ ഉണ്ടാവും. ഇത്തരത്തിലൊക്കെയുള്ള ഈ സംവിധാനത്തിനാണ് അമരനായക സംവിധാനം. അമര എന്ന് പറയുന്ന ഭൂമിയിൽ അതിൻ്റെ ഉടമസ്ഥരായ അമരനായകന്മാർ എന്ന് പറയുന്ന സൈനിക മേധാവികളായിരുന്നു. അവർ ഭരണം നടത്തി നികുതി പിരിച്ചു. നികുതി രാജാവിന് കൊടുക്കും. അവരുടെ കീഴിൽ കുതിരകളും ആനകളും പട്ടാളക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ സംവിധാനമാണ് അമരനായക സംവിധാനം. ഇനി വിജയനഗരത്തിലെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരുന്നു? സാമൂഹ്യ സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിലെ ആളുകളുടെ അവസ്ഥ എന്തായിരുന്നു? സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ സമ്പത്ത്, പൈസ, കച്ചവടമൊക്കെ ഉണ്ടായിരുന്നോ? അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്, വിവിധ ജാതി മതവിഭാഗങ്ങൾ വിജയനഗര സമൂഹത്തിലുണ്ടായിരുന്നു. പല മതക്കാരും പല ജാതികളും സമൂഹത്തിലുണ്ടായിരുന്നു. ആർക്കായിരുന്നു മേധാവിത്വം? ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ ഉയർന്ന പദവി, മേധാവിത്വം ഉണ്ടായിരുന്നത്. അവരെന്താണ് ചെയ്തിരുന്നത്? പൂജാകർമ്മങ്ങൾ, മതചടങ്ങുകളൊക്കെയാണ് ബ്രാഹ്മണർ ചെയ്തിരുന്നത്. അവർക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു, അവരത് ചെയ്തിരുന്നു. മറ്റു വിഭാഗങ്ങൾ എന്ത് ചെയ്തു? മറ്റു വിഭാഗങ്ങൾ കൃഷിയിലും കച്ചവടത്തിലും മറ്റു കൈത്തൊഴിലുകളിലുമൊക്കെയാണ് അവർ ഏർപ്പെട്ടിരുന്നത്. അതുപോലെ സമൂഹത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം പരിപാലിക്കാനും അലങ്കരിക്കാനൊക്കെ സ്ത്രീകൾ കൊട്ടാരത്തിലുണ്ടായിരുന്നു. അതുപോലെ സമൂഹത്തിൽ അന്ന് സമ്പന്ന വിഭാഗക്കാർക്കിടയിൽ, പണക്കാർക്കിടയിൽ ബഹുഭാര്യത്വം. എന്താ ബഹുഭാര്യത്വം? ഒരാൾ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന രീതിയാണ് ബഹുഭാര്യത്വം. ഇതൊക്കെ അന്ന് നിലനിന്നിരുന്നു. അടുത്ത പോയിന്റ്, ശൈശവ വിവാഹം എന്ന് പറഞ്ഞാൽ കുട്ടികളെ വിവാഹം കഴിക്കുക, ചെറിയ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കുക. ആ സമ്പ്രദായം അന്ന് അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ സതി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭർത്താവ് മരിച്ചാൽ ഭർത്താവിൻ്റെ ശവശരീരം കത്തിക്കുന്ന ചിതയിൽ ഭാര്യ ചാടി മരിക്കുന്ന സതി സമ്പ്രദായമൊക്കെ അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇനി സാമ്പത്തിക മേഖലയെക്കുറിച്ച് കുറച്ചും കൂടി പറയുകയാണെങ്കിൽ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ടാണ് അവർ ജീവിച്ചിരുന്നത്. അവർ പ്രധാനമായി ഉപയോഗിച്ചിരുന്നത് സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ ഇവരെന്ത് നിർമ്മിച്ചു? കമലാപുരം കുളം നിർമ്മിച്ചു. അതുപോലെ ഹിരിയ എന്ന് പറയുന്ന ഒരു കനാൽ നിർമ്മിച്ചു. തുംഗഭദ്ര നദിക്ക് കുറുകെ ഒരു അണക്കെട്ടൊക്കെ നിർമ്മിച്ചു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് നിർമ്മിക്കുന്നത്? കുളം, കനാലും അണക്കെട്ടൊക്കെ എന്തിനാ? കൃഷിക്ക് വേണ്ട വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ നിർമ്മിച്ചത്. ഇതൊക്കെ എന്ത് ചെയ്തു? കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ വികസിപ്പിച്ചു, അല്ലെങ്കിൽ പുരോഗതിക്ക് കാരണമായി. അതുകൂടാതെ ഇവരെന്ത് നടത്തിയിരുന്നു? ഭൂമി സർവേ നടത്തിയിരുന്നു. ഭൂമി സർവേ നടത്തുക പറഞ്ഞാൽ അളന്ന് തിട്ടപ്പെടുത്തുക. അങ്ങനെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ട് അതിന് നിശ്ചിത നികുതി, സർക്കാരിന് കൊടുക്കാനുള്ള ഒരു നികുതിയൊക്കെ അവർ കണക്കാക്കിയിരുന്നു. ഇത് കൂടാതെ ഭൂനികുതി കൂടാതെ തൊഴിൽ നികുതി, വീട് നികുതി, ലൈസൻസ് ഫീസുകൾ, പിഴകൾ, ഇതൊക്കെ ഗവൺമെൻറ് ജനങ്ങൾക്ക് നിന്ന് പിരിച്ചിരുന്നു. ഇതൊക്കെയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ വരുമാന മാർഗം. ഇനി വിദേശ രാജ്യങ്ങളുമായി ഇവർക്ക് വല്ല വ്യാപാര ബന്ധം ഉണ്ടായിരുന്നോ? വിജയനഗരക്കാർക്ക് ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാരുമായി, അറബികളുമായി, ചൈനക്കാരുമായി, ശ്രീലങ്കക്കാരുമായി ഒക്കെ ഇവർക്ക് എന്തുണ്ടായിരുന്നു? വിദേശ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു.
മാത്രമല്ല അറേബ്യയിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നൊക്കെ നല്ല കുതിരകളെ ഈ വിജയനഗര ഭരണകാലത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ അന്നത്തെ കാലത്ത് കുതിരകളെ കച്ചവടം ചെയ്തിരുന്ന ആൾക്കാർക്ക് വിളിക്കുന്ന പേരാണ് കുതിരച്ചെട്ടികൾ എന്നുള്ളത്. കുതിരച്ചെട്ടികൾ ആരാണ്? ഇന്ത്യയിൽ കുതിരയെ കച്ചവടം ചെയ്തിരുന്ന കച്ചവടക്കാർക്ക്, പ്രാദേശിക കച്ചവടക്കാർക്ക് വിളിക്കുന്ന പേരാണ് കുതിരച്ചെട്ടികൾ എന്ന് പറയുന്നത്. ഇങ്ങനെ വിജയനഗര ഭരണകാലത്ത് എന്തുണ്ടായിരുന്നു? വിദേശ രാജ്യങ്ങളുമായൊക്കെ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ പറയാൻ കാരണം എന്താണ്? നമ്മൾ ഈ വിജയനഗര ഭരണകാലത്ത് അവിടെ പഠനം നടത്തിയപ്പോൾ അവിടെ നിന്ന് എന്ത് കിട്ടി? ചൈനയിൽ നിന്നുള്ള പിന്നെ മൺപാത്രങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് കിട്ടി. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ചൈനയിലെ മൺപാത്രങ്ങൾ ഇന്ത്യയിലെത്തണമെങ്കിൽ എന്ത് വേണം? ചൈനയിൽ നിന്നുമായി ഇന്ത്യക്ക് എന്തുണ്ടാവണം? കച്ചവടം ഉണ്ടാവണം. അതുകൊണ്ടാണ് ആ പാത്രം ഇവിടെ എത്തിയത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ചൈനയുമായുള്ള കച്ചവട ബന്ധത്തെക്കുറിച്ചൊക്കെ തെളിവുകൾ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് വേറൊരു സഞ്ചാരി, വിജയനഗരം സന്ദർശിച്ച വേറൊരു സഞ്ചാരിയാണ്, പോർച്ചുഗീസ് സഞ്ചാരിയാണ് ഡൊമിംഗോ പയസ്. ഇദ്ദേഹം എന്താ പറയുന്നത് നമുക്ക് നോക്കാം. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. അപ്പോൾ ഈ സഞ്ചാരി കണ്ട കുറച്ച് കച്ചവടവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സഞ്ചാരികളുടെ വിവരങ്ങൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ചരിത്രം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, പഴയ കാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്? അപ്പോൾ മുഗൾ ഭരണമാണെങ്കിലും വിജയനഗര ഭരണമാണെങ്കിലും മധ്യകാല ഇന്ത്യയെക്കുറിച്ചാണെങ്കിലും ഒക്കെ നമുക്ക് വിവരങ്ങൾ എങ്ങനെയൊക്കെ കിട്ടുന്നത്? ഒന്നാമതായി സഞ്ചാരികളുടെ വിവരണങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. രണ്ടാമതായി രാജാക്കന്മാരുടെ ഓർമ്മക്കുറിപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. മൂന്നാമതായി ചരിത്രകാരന്മാരുടെ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. നാലാമതായി എങ്ങനെ കിട്ടുന്നുണ്ട്? പഴയ കാലത്ത് ഉപകരണങ്ങളുടെ, കെട്ടിടങ്ങളിൽ നിന്ന്, പിന്നെ മൺപാത്രങ്ങളിൽ നിന്ന്, ഇതൊക്കെ കാണുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടും? പണ്ടത്തെ കാലത്തെക്കുറിച്ചുള്ള കുറേ അറിവുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട്? കുറേ ചെറിയ ചെറിയ ബോക്സുകൾ കണ്ടില്ലേ? കുറേ സഞ്ചാരികൾ എഴുതിയ കുറേ കുറിപ്പുകളൊക്കെ, രാജാക്കന്മാർ എഴുതിയ ഓർമ്മക്കുറിപ്പൊക്കെ, അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കുറേ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി പറയാൻ പോകുന്നത് വിജയനഗര കാലഘട്ടത്തിലെ സാംസ്കാരിക പുരോഗതി. എന്താ സാംസ്കാരിക പുരോഗതി എന്ന് പറഞ്ഞാൽ? കലാമേഖലകളിൽ അല്ലെങ്കിൽ സാഹിത്യത്തിൽ, എഴുത്തിൻ്റെ മേഖലയിൽ, അതുപോലെ ശില്പകലയിൽ, ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്ന രീതികളിലൊക്കെ ഉണ്ടായിരുന്ന പുരോഗതിയാണ് സാംസ്കാരിക പുരോഗതി. സംഗീതം, കല, വാസ്തുവിദ്യ, സാഹിത്യം, ഇതൊക്കെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സാംസ്കാരിക പുരോഗതിയുടെ ഭാഗമായി ഒന്ന്, വേദങ്ങളും പഠിക്കാനും ശാസ്ത്രങ്ങൾ പഠിക്കാനൊക്കെ എന്തുണ്ടായിരുന്നു? പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം, ഇതൊക്കെ അന്ന് പുരോഗതി പ്രാപിച്ചിരുന്നു. അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ശില്പകലാ രീതി, കെട്ടിട നിർമ്മാണ രീതിയായിരുന്നു ദ്രാവിഡ ശില്പകലാ രീതി. ഈ രീതിയിൽ ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന വലിയ ക്ഷേത്ര കവാടങ്ങൾ ഉണ്ടായിരുന്നു. ഗോപുരങ്ങൾ എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. വലിയ ക്ഷേത്ര കവാടങ്ങൾ എന്തിൻ്റെ ഭാഗമായിരുന്നു?